വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. ഞാൻ അതുല്യ. അപ്പം നമ്മുടെ പൈത്തൺ 3.12 ഒക്ടോബർ 2 റിലീസാണ്. അപ്പോൾ ആ റിലീസിനോടനുബന്ധിച്ച് എന്തൊക്കെയാ മാറ്റങ്ങളാണ് പൈത്തൺ 3.12 വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ന്യൂ ഫീച്ചേഴ്സ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 3.12 അറിയാലോ, നമ്മുടെ റിലീസ് എന്ന് പറയുന്നത് ഒക്ടോബർ 2 ആണെന്ന് പറയുന്നുണ്ട്. ദെൻ അതിലുള്ള റിലീസ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഗ്രാമറിലുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റർ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ടൈപ്പിംഗ് ഫീച്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? എറർ മെസ്സേജ് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. എറർ മെസ്സേജിൽ കുറച്ച് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യം കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ തന്നെ കാണാൻ പറ്റും നമ്മുടെ എന്താണ് stdinൽ, അതായത് ഇവിടെ സിസ് എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ്, ഇത് നമുക്ക് ഓൾറെഡി വരുന്ന എററാണ്, നെയിം എറർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു പ്രഡിക്ഷൻ വരുന്നുണ്ട്. അതായത് ഡിഡ് യു ഫോർഗെറ്റ് ടു ഇമ്പോർട്ട് സിസ്. അപ്പം നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇമ്പോർട്ട് സിസ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യാത്തതിൻ്റെ എറർ ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എറേഴ്സ് ക്ലിയർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ മറ്റൊരു എറർ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇതിലും നമുക്ക് ഒരു പ്രഡിക്ഷൻ തരുന്നുണ്ട്. സോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സുഖമാണ്. അതുപോലെ തന്നെ ഈ ഒരു സിൻടാക്സ് എററിലും ഇതേപോലെ തന്നെ വരുന്നുണ്ട്. അതായത് ഇമ്പോർട്ട് a.y.z ഫ്രം b.y.z. ഇവിടെ പ്രത്യേകം ചോദിക്കുന്നുണ്ട്, ഡിഡ് യു മീൻ ടു യൂസ് ഫ്രം ഇമ്പോർട്ട് ഇൻസ്റ്റഡ്. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും ഇമ്പോർട്ട് എന്നുള്ളത് ഫ്രം എന്നുള്ളതും മാറ്റി കൊടുത്താൽ മതി എന്നുള്ളത് പെട്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ട് എററിൻ്റെ ക്ലിയർ ആയിട്ട് ഡിഡ് യു മീൻ എന്ന് പറഞ്ഞിട്ട് പ്രഡിക്ഷൻ തരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് സിൻറ്റാറ്റിക് ഫോർമലൈസേഷൻ ഓഫ് എഫ് സ്ട്രിങ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് PP 701 ആണ്. അതായത് എഫ് സ്ട്രിങ്ങിൻ്റെ യൂസേജിലുള്ള എക്സ്പ്രഷൻ്റെ കൺട്രോൾ കുറച്ച് വേറെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് മൾട്ടി ലൈൻ എക്സ്പ്രഷൻസ്, കമൻസ്, ബാക്ക്സ്ലാഷ്, യൂണിക്കോഡ് എസ്കേപ്പ് സീക്വൻസസ്, അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഇതിലൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ കോട്ട് റീയൂസ് ആണ്. അതായത് സെയിം കോഡ്സ് തന്നെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ സോങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലിസ്റ്റിൽ 3 എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എഫ് സ്ട്രിങ് യൂസ് ചെയ്തിട്ട് എഫ് സ്ട്രിങ്ങിൽ നമ്മളൊരു കണ്ടന്റ് കൊടുത്തു, ദെൻ നമ്മൾ ഇത് ജോയിൻ ചെയ്യിക്കുകയാണ്. അതായത് ഈ ലിസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യിക്കുകയാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഒരു വേർഡ് പോലെ വരുന്നുണ്ട്. ഇതൊരു രീതിയാണ്. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിൽ ഉള്ളിലായിട്ട് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻസ് നമുക്ക് ഒരു എഫ് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ മറ്റൊരു എഫ് സ്ട്രിങ് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് എഫ് സ്ട്രിങ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മൾട്ടി ലൈൻ എക്സ്പ്രഷൻസ് ആൻഡ് കമൻസ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്ത് പൈത്തൺ 3.11 യൂസ് ചെയ്ത നമ്മളെന്താ സിംഗിൾ ലൈൻ ആയിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് മൾട്ടി ലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക്സ്ലാഷസ് ആൻഡ് യൂണിക്കോഡ് ക്യാരക്ടേഴ്സിലും നമുക്ക് ഈ ഒരു പൈത്തൺ 3.0 ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് കോംപ്രഹെൻഷൻ ഇൻലൈനിങ് ആണ്. ഡിക്ഷണറി, ലിസ്റ്റ് ആൻഡ് സെറ്റ് കോംപ്രഹെൻഷൻസ് ആർ നൗ ഇൻലൈൻഡ്. അതായത് നമ്മുടെ ഈ ഓരോ ലൈനിലുള്ളതിന് പകരം ഇൻലൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേർഷൻ വന്ന്, അതായത് പൈത്തൺ 3.12 റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്തതൊക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം റിപ്പോർട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ പെപ്പ് 688 പറയുന്നത് എന്താണ്, ബഫർ പ്രോട്ടോകോൾ. പൈത്തണിൽ നമുക്ക് ബഫർ പ്രോട്ടോകോൾ ആക്സസിബിൾ ആണെന്നുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഫർ പ്രോട്ടോകോൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? 2 ബഫർ ബ്രാക്കറ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഫർ ക്ലാസ് അല്ലെങ്കിൽ ബഫർ പ്രോട്ടോകോൾ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ പിന്നെ പറയുന്നത് ഇൻ്റർപ്രറ്റർ GIL ആണ്. അതിലും ഒരുപാട് ചേഞ്ചസ് പൈത്തൺ 3.12 വന്നിട്ടുണ്ട്. പ്രീ ഇൻ്റർപ്രറ്റർ GIL ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പുതിയ പൈത്തൺ 3.12. പിന്നെ വരുന്നത് എന്താണ്, 669 ആണ്, ലോ ഇമ്പാക്റ്റ് മോണിറ്ററിംഗ് ഓഫ് C പൈത്തൺ. അതായത് API കോളിങ്ങിലും അതുപോലെ തന്നെ
ഇതിൽ നമ്മൾ അതായത് സി പൈത്തൺ എന്ന് പറയുന്ന സി പൈത്തണിൻ്റെ ഇവൻറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പല API പ്രൊഫൈലുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് ടൈപ്പ് ഹിൻഡിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ്. ടൈപ്പ് ഹിൻഡിൽ നമ്മൾ ടൈപ്പ്ഡ് ഡിക്റ്റ് എന്ന് പറയുന്നത് ** കീവേഡ് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടൈപ്പ്ഡ് ഡിക്റ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡെക്കറേറ്ററിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട്. അതായത് നമുക്ക് ഡെക്കറേറ്റേഴ്സ് ഓവർറൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഓൾറെഡി പാരന്റ് ക്ലാസ്സിൽ ഡെക്കറേറ്റർ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ ആ ഡെക്കറേറ്ററിനെ ഓവർറൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓവർറൈഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കൊടുത്തിട്ടുള്ളതിൻ്റെ പേര് കറക്റ്റ് നെയിമിംഗ് എന്ന് തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇവിടെ സെയിം നെയിമാണ്, അതുകൊണ്ട് ഇത് ഓവർറൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഓവർറൈഡിങ് നടക്കില്ല. കാരണം എന്താണ്, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സെയിം ഫംഗ്ഷൻ്റെ പേര് തന്നെ ആണെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, ഓവർറൈഡ് ചെയ്യുള്ളൂ. ദെൻ അതുപോലെ തന്നെ ടൈപ്പ് പാരാമീറ്റർ സിൻടാക്സുകൾ കൊടുത്തിട്ടുണ്ട്. PEP 695 ടൈപ്പ് പാരാമീറ്റർ സിൻടാക്സ് കൊടുത്തിട്ടുണ്ട് PEP 695. പിന്നെ വരുന്നത് അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പൈത്തൺ 3.12 റിലീസ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ആണ് പൈത്തൺ 3.12 മെയിനായിട്ട് പറയുന്നത്. അതിലെടുത്ത് പറയേണ്ട ഫീച്ചറാണ് എററിൻ്റെ പ്രഡിക്ഷനും അതുപോലെ തന്നെ F സ്ട്രിങ്, ടൈപ്പ് ഹിൻഡ് ഒക്കെ. അപ്പം ഈ പൈത്തൺ 3.12 റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, CC സൈബർ ക്യാമ്പസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, താങ്ക്